നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർക്ക് നേരെയുള്ള വിമർശനങ്ങൾ കഴമ്പില്ലാത്തതാണ്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റും, എക്സ്ക്ലൂഡിങ് ഗോൾ കീപ്പർ. നെയ്മർ അത്രയും പ്രധാനപ്പെട്ട കളിക്കാരനാണ്. പിന്നെ കാൽമുട്ടിൻ്റെ പരിക്കെന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. ഇങ്ങനെ നെയ്മറെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ബ്രസീലിയൻ ടീമിലെ മറ്റൊരു സൂപ്പർ താരം റാഫീഞ്ഞ. കഴിഞ്ഞ ദിവസം സവോപോളയിൽ ഒരു കൊമേഴ്ഷ്യൽ ഇവൻറ്റിൽ സംസാരിക്കുന്നതിനിടയിലാണ്, അതിൽ പങ്കെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നെയ്മറെക്കുറിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നെയ്മറുടെ പിന്തുണയുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ ഗ്ലോബോ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് എൻ്റെ നേരെ വലിയ വിമർശനങ്ങൾ വന്നേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നെയ്മർക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരേ ഒരു പൊസിഷൻ അത് ഗോൾ കീപ്പർ പൊസിഷൻ മാത്രമാണ്. കാരണം അദ്ദേഹം മറ്റു പൊസിഷനുകളിലൊക്കെ അത്രയും പ്രധാനപ്പെട്ട റോളാണ് ലീഡർഷിപ്പ് എന്ന രൂപത്തിൽ വഹിക്കുന്നത്. ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്, ശരിയാണ്. പക്ഷേ ഒരുപാട് ആളുകൾ നെയ്മറെക്കുറിച്ച് മോശമായിട്ട് പറയാനുള്ള കാരണങ്ങൾ തേടി നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നവർ അനലൈസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാൽമുട്ടിൻ്റെ പരിക്കെന്ന് പറഞ്ഞ ഒരു തമാശയല്ല. അത്തരം പരിക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീണ്ട നാൾ പുറത്തിരുന്നാൽ മസിൽ ഇഞ്ചുറീസ് വരും. അൺഫോർച്ചുനേറ്റ്ലി അതും നോർമലായിട്ടുള്ള കാര്യമാണ്. കുറച്ചധികം സമയം പുറത്തിരുന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. നെയ്മർ ജൂനിയർ തീർച്ചയായിട്ടും ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, കളിക്കളത്തിലെ പൊസിഷൻ നിങ്ങൾ നോക്കണ്ട. ഫുട്ബോൾ ടേംസിൽ മാത്രമല്ല, ഒരു ലീഡർ എന്ന നിലയിലും അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ടീമിന് അത്രയധികം പ്രാധാന്യമുള്ള കളിക്കാരനാണ്. പിന്നെ സ്വന്തം കാര്യങ്ങൾ നല്ല രൂപത്തിൽ ടേക്ക് കെയർ ചെയ്യാൻ കഴിവുള്ളയാളാണ് അദ്ദേഹം. അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് തിരികെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിംപ്ലി മഞ്ഞ കുപ്പായം അണിയുക എന്ന തരത്തിൽ തിരിച്ചു വരാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇപ്പോൾ റാഫീഞ്ഞ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.